രാജ്യതലസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഡൽഹി ചെങ്കോട്ടയിലുണ്ടായത് ചാവേർ ആക്രമണമെന്ന സൂചന. ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് സംശയമുണ്ട്. കാർ സ്ഫോടനത്തിൽ UAPA ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവിധ ആളുകൾ കൈമാറിയ കാർ കഴിഞ്ഞ മാസമാണ് പുൽവാമ സ്വദേശിയായ താരിഖ് വാങ്ങിയത്. കാർ ചെങ്കോട്ടയ്ക്ക് സമീപം പാർക്കിങ്ങിലെത്തിയത് വൈകുന്നേരം 3:19 പോലീസ്. 3:19 ഈ വാഹനം നമുക്ക് ഈ കാണാൻ കഴിയുന്ന ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുന്നത്. അത് ഈ സമീപമുള്ള CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അത്തരത്തിലേക്കുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. 3:19 ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയ വാഹനം ഏതാണ്ട് 2.5 മണിക്കൂറിലധികം എടുത്ത് 6:48 കൂടിയാണ് ആ വാഹനം ഈ കാണുന്ന സിഗ്നലിന് സമീപത്തേക്ക് വരുന്നത്. എന്തിനാണ് ഇത്രയും അധികം സമയം ആ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ആ വാഹനത്തിൽ ഈ I-20 കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. നിലവിൽ 3 പേർ ഈ കാറിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ചില വിവരം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. മറുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഈ സിഗ്നലിന് സമീപത്തേക്ക്, അതായത് 6:48 ഈ പാർക്കിങ്ങിൽ നിന്ന് നീങ്ങിയ കാർ 6:52 കൂടി ഈ സിഗ്നലിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഈ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുകയാണ്. സമീപമുള്ള ആ സിഗ്നൽ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഒരു I-20 കാറാണ് വളരെ പതിയെ ആ മേഖലയിലേക്ക് എത്തിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നുണ്ടായിരുന്നത്. ഈ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ആദ്യഘട്ടത്തിൽ ഈ കാറിൽ നടത്തിയ പരിശോധനയിൽ കാർ HR 26 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഹരിയാന രജിസ്ട്രേഷനിലുള്ളതാണ് ഈ സ്ഫോടനം നടന്ന കാർ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും കാറിന്റെ ഉടമയെ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾ ഹരിയാന സ്വദേശിയായ സൽമാനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നത്. സൽമാനെ ചോദ്യം ചെയ്തതിൽ നിന്ന് സൽമാൻ പറഞ്ഞു ഏതാണ്ട് 1.5 വർഷം മുൻപ് ഈ വാഹനം താൻ മറ്റൊരാൾക്ക് നൽകിയതായിട്ടുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ വിവരം സ്ഥിരീകരിക്കാനായി RTOയുടെ അടക്കം സഹായം അന്വേഷണ സംഘം തേടിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഈ കാറ് ഈ സൽമാൻ മറ്റൊരാൾക്ക് കൈമാറി എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അത് ദേവേന്ദ്ര എന്ന് പറയുന്ന ആൾക്കാണ് ഈ വാഹനം കൈമാറുകയും ദേവേന്ദ്ര ഇത് പുൽവാമ സ്വദേശിയായ താരിഖിന് കൈമാറിയതായിട്ടുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. തുടർന്ന് താരിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടുള്ള ചില സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാവുകയാണ്. ഈ താരിഖിനെ കേന്ദ്രീകരിച്ചാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം നടക്കുന്നതെന്ന് നമുക്കൊരു വിവരം ലഭ്യമായിട്ടുണ്ട്. ഭീകരാക്രമണമായി കണക്കാക്കി തന്നെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണ് എന്നൊരു സംശയം തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്.